പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 41. പൂതന ദേഹദാഹവും ശ്രീകൃഷ്ണലീലാഹ്ലാദവും. പ്രജേശ്വര ശൗരിവജോ നിശമ്യ സമാവ്രജന്നധ്വനിഭീതചേത നിഷ്പിഷ്ടനിശേഷതരും നിരീക്ഷ്യ കശ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വം. നിശമ്യ ഗോപീവചനാദുദന്തം സർവേ വിഗോഭാവയ വിസ്മയാന്താ ത്വത്പാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേത കുഠാരകൃത്തം. ത്വത്പീതപൂതസ്തനതച്ചരീതാത് സമുച്ചലന്നുച്ചതരോ हि ധൂമാ ശങ്കാമദാദാഗരവക്കിമേഷ കിം ചാന്തനോ ഗൗൽകുലബോധവേദി. മദംഗസംഗസ്യ ഫലം ന ദൂരെ ക്ഷണേന താവത് ഭവതാമപി സ്യാത് ഇത്യുല്ലഭൻ വല്ലഭതല്ലജേഭ്യസ്ത്വം പൂതനാമാദനുധാ സുഗന്ധിം. ചിത്രം പിശാച്യാനഹത കുമാര ചിത്രം പുരൈവാകതി ശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവന്മുഖാലോകരസേന്യമാംക്ഷീത്. ദിനേ ദിനേത പ്രതിവൃത്തലക്ഷ്മി അക്ഷീണമംഗല്യശതോ വ്രജോയം ഭവന്നിവാസാദയി വാസുദേവ പ്രമോദസാന്ദ്ര പരിതോ വിരേജേ. ഗൃഹേഷു തേ കോമളരൂപഹാസമിതക്കഥാ സങ്കുലിതാകമന്യ വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗതാ പ്രത്യഗ മത്യനന്ദൻ. അഹോ കുമാരോ മയി ദത്തദൃഷ്ടി സ്മിതം കൃതം മം പ്രതിവത്സകേന ഏഹ്യേഹി മാമിത്യുപസാര്യ വാണി ത്വയി സഖിം കിം ന കൃതം വധൂഭിഃ. ഭവത്വപും സ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്രസരോജമാലാവ്യാലംബിലോലംബതുലാമലാസി. നിപായയന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദാ കഥമം ന ഭേജേ സതാദൃശ പാഹി ഹരേ ഗദാത്മം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമിദം ഗൃഹീത്വാ മായാമയൗഘപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം ദശകം 41. പൂതനാദേഹദാഹവും ശ്രീകൃഷ്ണലീലാഹ്ലാദവും. കഴിഞ്ഞ ദശകത്തിൽ പൂതനാമോക്ഷം കഥ പറഞ്ഞു. അതിനെ തുടർന്നുള്ള കഥാഭാഗം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ
6-ാം അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകം മുതലുള്ള ഭാഗങ്ങളാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത്. വ്രജേശ്വര ശൗരിവജോ നിശമ്യ സമാവ്രജന്നധ്വനിഭീതചേതാഃ നിഷ്പിഷ്ടനിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. വസുദേവർ പറഞ്ഞതൊക്കെ കേട്ട് നന്ദഗോപര് ഉള്ളിൽ തട്ടിയ പേടിയോടെ മടങ്ങി വരുന്ന വഴിക്ക് മരങ്ങളെയൊക്കെ തട്ടി വീഴ്ത്തി തവിടുപൊടിയാക്കിയിട്ടുള്ള ഏതോ ഒരു വസ്തുവിനെ കണ്ടിട്ട് ത്വാം ശരണം ഗതഃ, അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു. ഗോകുലത്തിലെ പല അനിഷ്ട സംഭവങ്ങളും നടക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വേഗം ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ എന്ന് വസുദേവര് നന്ദഗോപനോട് പറഞ്ഞു. അത് കേട്ട നന്ദഗോപര് വലിയ പേടിയോടെയാണ് ഗോകുലത്തിലേക്ക് മടങ്ങിയത്. അപ്പോൾ വരുന്ന വഴിക്ക് വൃക്ഷങ്ങളെ പൊടിയാക്കി കളഞ്ഞ എന്തോ ഒന്ന് നന്ദഗോപര് കാണാനിടയായി. അപ്പോൾ നന്ദഗോപരുടെ ഭയം വർദ്ധിച്ചു. അനർത്ഥങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആ ഗോകുലാധിപൻ നന്ദഗോപര് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. ഭഗവാന്റെ മായ കാരണം ഭഗവാന്റെ ദിവ്യത്വം അവർക്ക് ആ യശോദ നന്ദഗോപന്മാർക്ക് അറിയാൻ കഴിഞ്ഞില്ല. നിശമ്യ ഗോപീവജനാദുദന്തം സർവേപി ഗോപാ ഭയവിസ്മയാന്ധാഃ ത്വത്പാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേഥ കുഠാരകൃത്തം. എല്ലാ ഗോപന്മാരും ഗോപസ്ത്രീകൾ പറഞ്ഞ് വർത്തമാനമൊക്കെ കേട്ടറിഞ്ഞ് പേടിച്ചും അത്ഭുതപ്പെട്ടും അന്തം വിട്ടുപോയി. ഭഗവാനെ, അങ്ങ് കൊന്നുവീഴ്ത്തിയ ഭയങ്കരമായ പിശാച ശരീരത്തെ പിന്നെ കോടാലി കൊണ്ട് വെട്ടിമുറിച്ച് കുറേ ദൂരെ കൊണ്ടുപോയി തീയിലിട്ട് ദഹിപ്പിച്ചു. ഇത്ര ചെറിയ കുട്ടിക്ക് വലിയ രാക്ഷസിയെ എങ്ങനെയാ കൊല്ലാൻ പറ്റുക? ഇതിനു മുമ്പ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതായിട്ട് അവർക്കറിയില്ല. ഇത് ഭഗവാനാണ് എന്നറിയാത്തത് കൊണ്ട് അവർക്ക് പേടിയും അത്ഭുതവും ഉണ്ടായി. നന്ദഗോപരെ മധുരയിൽ നിന്ന് മടങ്ങി വന്നയുടൻ ഗോപന്മാരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. ഭഗവാന്റെ സ്പർശം കൊണ്ട് വീണ ആ പൂതനയുടെ പർവ്വതം പോലെയുള്ള വലിയ ശരീരം, അവളുടെ ആ ശരിയായ രൂപം കണ്ട് ഗോപന്മാർ പേടിച്ചു. വലിയ മരങ്ങളൊക്കെ ഒന്നിച്ച് കത്തിക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ കൊമ്പൊക്കെ മുറിച്ച് കഷണങ്ങളാക്കി അല്ലേ നമ്മൾ കത്തിക്കാറുള്ളത്. അതുപോലെ ആ പൂതനയുടെ ശരീരം മുറിച്ച് കഷണങ്ങളാക്കി കുറേ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കത്തിച്ചു, ദഹിപ്പിച്ചു. ത്വത്പീതപൂതസ്തനദച്ഛരീരാത് സമുച്ചലന്നുച്ചതരോ ഹി ധൂമഃ ശങ്കാമദാദാഗരവക്കിമേഷ കിം ചാന്ദനോ ഗൗൽഗുലവോധവേദി. അങ്ങ് പിടിച്ചു കുടിച്ചിട്ട് പരിശുദ്ധമായി തീർന്ന സ്തനങ്ങളോടുകൂടിയ ആ പൂതനാ ശരീരത്തിൽ നിന്ന് ധാരാളമായി പുറപ്പെട്ട് വളരെ ഉയരത്തിൽ പൊങ്ങിയ പുകയാകട്ടെ, ഇത് അഗരുവിൻ്റേതാണോ, അഖിലിൻ്റേതാണോ, ചന്ദനത്തിൻ്റേതാണോ, അതല്ലെങ്കിൽ ഗുൽഗുലുവിൻ്റേതാണോ എന്നിങ്ങനെയുള്ള ശങ്കയെ ഉളവാക്കി. പൂതനാദേഹം കത്തുമ്പോൾ ദുർഗന്ധമല്ല, സുഗന്ധമാണ് ഉണ്ടായത്. തന്നെ എടുത്ത് മുലയൂട്ടാൻ ആരംഭിച്ച ആ പൂതനയ്ക്ക് അമ്മയുടെ സ്ഥാനം നൽകി ഭഗവാൻ മുല കുടിച്ചുകൊണ്ട് അവൾക്ക് മോക്ഷം നൽകി. ഭഗവാന്റെ സ്പർശനം കൊണ്ട് അവളിലെ ദുർഗുണങ്ങളൊക്കെ പോയപ്പോൾ ശരീരത്തിന് സുഗന്ധം വന്നു. സാധാരണ ശരീരം ദഹിക്കുമ്പോഴുണ്ടാകുന്ന ദുർഗന്ധം ഇല്ലാതാക്കാൻ ചന്ദനം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചിതയിലിടാറുണ്ട്. ഈ ദുഷ്ടയായ
പൂതനയുടെ ശരീരം ദഹിക്കുമ്പോൾ രൂക്ഷമായ ദുർഗന്ധത്തിന് പകരം സുഗന്ധമാണ് ഉണ്ടായത്. ഭഗവാൻ ശരീരത്തെയും ആത്മാവിനെയും പരിശുദ്ധമാക്കി തീർത്തു. മദംഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവതാമഭിസ്യാത് ഇത്യുല്ലഭൻ വല്ലവതല്ലജേഭ്യസ്ത്വം പൂതനാമാതനുധാ സുഗന്ധിം. ഭട്ടതിരിപ്പാട് പറയാണ്, എൻ്റെ ശരീരവുമായി സമ്പർക്കമുണ്ടായാലത്തെ ഫലം അകലെയല്ല, നിങ്ങൾക്കും അത് ആ ഫലം താമസിയാതെ തന്നെ സിദ്ധിക്കും എന്നിങ്ങനെ യോഗ്യന്മാരായ ഗോപന്മാരോട് ഉറക്കെ പറയുവാനോ എന്ന് തോന്നുമാറ് അവിടുന്ന് പൂതനയെ സൗരഭ്യമുള്ളവളാക്കി തീർത്തു. ദുഷ്ടയായ പൂതനയ്ക്ക് പോലും ഇത്ര പരിശുദ്ധയായി തീരാൻ സാധിച്ചുവെങ്കിൽ ഗോപന്മാർക്കെല്ലാം ഇനി കിട്ടാൻ പോകുന്ന ഭാഗ്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭഗവാനെ സ്പർശിക്കാൻ പറ്റിയവർക്കെല്ലാം ആ ഭാഗ്യം കിട്ടും. ചിത്രം പിശാച്യാനഹദ കുമാരശ്ചിത്രം പുരൈവാകഥി ശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവന്മുഖാലോകരസേന്യമങ്ക്ഷീത്. ആശ്ചര്യം, കുട്ടിയെ ആ പിശാചി കൊന്നില്ലല്ലോ. ആശ്ചര്യം, വസുദേവരെ ഇത് മുമ്പേ തന്നെ പറഞ്ഞുവല്ലോ എന്നിങ്ങനെ പ്രശംസിച്ചുകൊണ്ട് ഗോപന്മാരെല്ലാം അങ്ങയുടെ മുഖം നോക്കി രസിക്കുന്നതിൽ തന്നെ മുഴുകിപ്പോയി. അനവധി കുട്ടികളെ കൊന്നിട്ടുള്ള രാക്ഷസിയായ പൂതനയ്ക്ക് പോലും ഭഗവാനെ കൊല്ലാൻ കഴിഞ്ഞില്ല. ചെറിയ കുട്ടിയായ ഭഗവാൻ അവളുടെ സ്തന്യം പാനം ചെയ്ത് അവളെ കൊന്നു. ഗോകുലത്തിലെ പല ആപത്തുകളും ഉണ്ടാവുമെന്ന് വസുദേവര് പറഞ്ഞത് എത്ര ശരിയാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗോപന്മാരെ ഭഗവാന്റെ മുഖത്ത് നോക്കി നിന്ന് പരമാനന്ദം അനുഭവിച്ചു. ഈ കുഞ്ഞ് ഭഗവാനാണ് എന്നറിയാതെ അവര് ഭഗവാനെ ഈ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് ഭഗവാനോട് മനസ്സിൽ പ്രാർത്ഥിച്ചു. ദിനേ ദിനേധ പ്രതിവൃദ്ധലക്ഷ്മീരക്ഷീണമാംഗല്യശതോ വ്രജോയം ഭവന്നിവാസാദയി വാസുദേവ പ്രമോദസാന്ദ്ര പരിതോ വിരേജേ. അല്ലയോ വസുദേവപുത്ര, അങ്ങയുടെ നിവാസം, ആ സാന്നിധ്യം ഹേതുവായിട്ട് പിന്നെ ഈ അമ്പാടി ദിവസക്കണക്കിന് അടിക്കടി വർദ്ധിച്ച ഐശ്വര്യത്തോടുകൂടിയും ഊനം തട്ടാത്ത നിരവധി മംഗലവസ്തുക്കളുള്ളതുമായി എങ്ങും തികഞ്ഞ പരമാനന്ദമുള്ളതായിട്ട് വിളങ്ങി. സാക്ഷാൽ ആനന്ദസ്വരൂപനായ ലക്ഷ്മീവല്ലഭനായ ആ ഭഗവാനുള്ളിടത്ത് ലക്ഷ്മീദേവിയും ഉണ്ടാവും. അതിലത്ഭുതമില്ല. ഗോകുലത്തിലിപ്പോൾ ഭഗവാനുള്ളത് കൊണ്ട് അളവറ്റ ഐശ്വര്യവും സമ്പത്തും വർദ്ധിച്ചു വന്നു. ഗോകുലവാസികളുടെ ആനന്ദവും വർദ്ധിച്ചു. ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഗോകുലവാസികളുടെ ആനന്ദം വർദ്ധിച്ചു വന്നു. ഭഗവാനുള്ളിടത്ത് ആനന്ദവും ഐശ്വര്യവും ഉണ്ടാവും. ഗൃഹേഷു തേ കോമളരൂപഹാസമിധ കഥാസങ്കുലിതാകമന്യഃ വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗതാ പ്രത്യഹമത്യനന്ദൻ. ഗോപസ്ത്രീകൾ അവരവരുടെ വീടുകളിൽ അങ്ങയുടെ അത്യന്തസുന്ദരമായ ആകൃതിയെയും പുഞ്ചിരിയെയും പറ്റി പരസ്പരം സംസാരിക്കുന്നതിൽ തിരക്കിട്ടവരും കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ അങ്ങയെ നോക്കിക്കാണുവാൻ വന്നുചേരുന്നവരുമായിട്ട് ഓരോ ദിവസവും ഏറ്റവും ആനന്ദിച്ചു. ഗൃഹജോലികൾ ചെയ്യുന്ന ഗോപസ്ത്രീകൾ ഭഗവാന്റെ സ്വരൂപം, മന്ദഹാസം ഇതിനെയൊക്കെ പറ്റി പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കും. വേഗം ജോലികളൊക്കെ ചെയ്തു തീർത്ത് ഭഗവാന്റെ അടുത്ത് ഓടിയെത്തും. എത്ര കണ്ടാലും മതിവരാത്ത ആ ഭഗവാന്റെ രൂപം എപ്പോഴും കണ്ടുകൊണ്ട് ആനന്ദിച്ചു. അവരുടെ ഭാഗ്യം, എത്ര പുണ്യവതികളാണവര്. അഹോ കുമാരോ മയി ദത്തദൃഷ്ടി
സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹ്യേഹി മാമിത്യുപസാര്യപാണി ത്വയീശ കിം കിം ന കൃതം വധൂഭിഃ. അയ്യോടാ, കുട്ടി എന്നെ തന്നെയാണ് നോക്കണത് കേട്ടോ. കണ്ടില്ലേ, കുഞ്ഞ് എന്നെ നോക്കി ചിരിക്കണു. ഉണ്ണി എൻ്റെ അടുത്തേക്ക് വരൂ, ഉണ്ണി എൻ്റെ അടുത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ കൈകൾ നീട്ടിക്കൊണ്ട് ഭഗവാനെ അങ്ങയെ ചൊല്ലി ഗോപസ്ത്രീകൾ എന്തൊക്കെ കാട്ടിയില്ല. ഗോപികളുടെ സൗഭാഗ്യവും ഭഗവാന്റെ സൗന്ദര്യവും അത്ഭുതം തന്നെയാണ്. ഭഗവാൻ എല്ലാവരെയും ഒരുപോലെയാണ് നോക്കണത്. അവർക്ക് ഓരോരുത്തർക്കും ഭഗവാനോട് ശുദ്ധമായ പ്രേമഭാവം ഉണ്ടായിരുന്നു. ഭഗവാന് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാനും കഴിഞ്ഞു. അവർക്ക് ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് തോന്നിയത്. അതാണ് ഇവിടെ പറയണത്. ഭവദ്വപുസ്പർശന കൗതുകേന കരാത് കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്രസരോജമാലാവ്യാലംബിലോലംബദുലാമലാസി. അങ്ങയുടെ പൂമേനി ഒന്ന് പുണർന്ന് കിട്ടുന്ന സ്പർശസുഖത്തിൽ കൊതിപൂണ്ട് ഗോപസ്ത്രീകൾ കൈ മാറി മാറി എടുക്കാറുള്ള അവിടുന്ന് ഇളം ചുകപ്പാർന്ന താമരത്താരുകളിൽ മാറി മാറി പറന്നണയുന്ന ഒരു വണ്ടിൻ്റെ സാദൃശ്യത്തെ കൈക്കൊണ്ടു. ഭട്ടതിരിപ്പാട് പറയാണ്, ചുവന്ന താമരപ്പൂക്കളിൽ മാറി മാറി പറന്നണയുന്ന വണ്ടെന്ന പോലെ ഒരു ഗോപിയുടെ ഇളം ചുവപ്പ് നിറമുള്ള കൈകളിൽ നിന്ന് മറ്റൊരു ഗോപിയുടെ കയ്യിലേക്ക് ഭഗവാനെ അവിടുന്ന് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആനന്ദം ഒരു രാസലീല തന്നെയാണ്. ഭഗവാൻ ആ ഗോപികളുടെ മനസ്സിൽ ആനന്ദം നിറച്ചു. നിപായയന്തീ സ്തനമംഗഗം ത്വാം വിലോകയന്തീ വദനം ഹസന്തി ദശാം യശോദാ കദമാം ന ഭേജേ സതാദൃശ പാഹി ഹരേ ഗദാന്മാം. അങ്ങയെ മടിയിൽ കിടത്തിയിട്ട് മുലപ്പാൽ തരുമ്പോൾ അങ്ങയുടെ തിരുമുഖം നോക്കി പുഞ്ചിരി തൂകുന്ന യശോദ ഏതവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നിട്ടുള്ളത്. ഹരേ, അപ്രകാരമുള്ള ആ അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിച്ചരുളേണമേ. മാതൃത്വം ഏറ്റവും മഹത്തായ അനുഭൂതിയാണ്. എത്ര വേദന സഹിച്ചാലും തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ആനന്ദം പറഞ്ഞറിയിക്കാനാവില്ല. തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പാലൂട്ടുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഓരോരോ ഭാവങ്ങൾ കണ്ട് പുഞ്ചിരിക്കുന്ന ഒരമ്മയുടെ ആനന്ദാനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭഗവാനെ മാറോട് ചേർത്ത് പിടിച്ച് പാലൂട്ടാൻ സാധിച്ച ആ യശോദ അനുഭവിച്ച അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ യശോദ എത്ര ഭാഗ്യവതിയാണ്. ആ ദേവകീ ദേവിക്ക് കിട്ടാതെ പോയതും യശോദയ്ക്ക് കിട്ടിയതുമായ ഭാഗ്യം, ഭഗവാനെ മുലയൂട്ടാനുള്ള ഭാഗ്യം, ദർശന സ്പർശന സുഖം നൽകാൻ കഴിവുള്ള ഭഗവാന് ഭട്ടതിരിപ്പാടിൻ്റെ ശാരീരികവും മാനസികവുമായ ദുഃഖം തീർക്കാൻ കഴിയും. നമുക്ക് ഓരോരുത്തർക്കും ആ ഭഗവാന്റെ തിരുമുഖം, പുഞ്ചിരി ഒക്കെ മനസ്സിൽ കാണാം. ആ ഭഗവാന്റെ കടാക്ഷം ലഭിക്കാനും മാനസികവും ശാരീരികവുമായ സൗഖ്യം കിട്ടാനും ആ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാനെ, ഈ വാക്കുകൾ അടിയൻ്റെ എല്ലാമായ ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.